ഹരി ഓം ഹരി ഓം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജ്ഞാനഗംഗ നവമസ്കന്ധത്തിലെ 22-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 22-ാം അധ്യായം പകുതി കണ്ടു. ഇനി ബാക്കി പകുതിയുണ്ട്. പൂരുവംശം അതാണ് കണ്ടുകൊണ്ടിരുന്നത്. ധൃതരാഷ്ട്രം പാണ്ഡുവും വരെയുള്ള വംശത്തെ പറഞ്ഞു ഇന്നലെ. ഇനി തുടർന്ന് ദുര്യോധനനും പാണ്ഡവന്മാരും കൗരവന്മാരുടെയൊക്കെ വംശങ്ങൾ ഇന്ന് കാണാം. നമുക്ക് ആദ്യം വായിക്കാം. 22-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ ശ്രീമദ് ഭാഗവതേ നവമസ്കന്ധേ 22-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. മിത്രേയുശ്ച ദിവോ ദാസാദ് ച്യവനഃ തൽസുതോ നൃപ സുദാസഃ സഹദേവോധ സോമകോ ജന്തുജന്മകൃത് തസ്യ പുത്രശതം തേഷാം യവീയാൻ പൃഷതഃ സുതഃ ദ്രുപദോ ദ്രൗപദീ തസ്യ ദൃഷ്ടദ്യുമ്നാദയഃ സുതാഃ ദൃഷ്ടദ്യുമ്നാ ദൃഷ്ടകേതുഃ ഭാർമ്യാഃ പഞ്ചാലകായിമേ യോ അജമീളസുതോ ഹ്യന്യഃ ഋക്ഷഃ സംവരണസ്തതഃ തപത്യാം സൂര്യകന്യായാം കുരുക്ഷേത്രപതി കുരുഃ പരീക്ഷിത് സുതനുർജന്നുഃ നിഷധാശ്വഃ കുരോ സുതാഃ സുഹോത്രോഭൂത് സുതനുഷഃ ച്യവനോദ തതഃ കൃതീ വസുസ്തസ്യോപരിചരോ ബൃഹദ്രഥമുഖാസ്തതഃ കുശാംബമത്സ്യ പ്രത്യഗ്രചേദിവാദ്യാഃ ചേദിവാഃ ബൃഹദ്രഥാത് കുശാഗ്രോ ഭൂത ഋഷഭസ്തസ്യ തൽസുതഃ ജജ്ഞേ സത്യഹിതോ അപത്യം പുഷ്പവാൻ തൽസുതോ ജഹുഃ അന്യസ്യാം ചാപി ഭാര്യായാം ശകലേ ദ്വേ ബൃഹദ്രഥാത് തേ മാത്രാ ബഹിരുത്സൃഷ്ടേ ജരയാ ചാപി സന്ധിതേ ജീവജീവേതി ക്രീഡന്ത്യാ ജരാസന്തോ ഭവത്സുതഃ തതശ്ച സഹദേവോ ഭൂത് സോമാഭിർയശ്രുതസ്രവാഃ പരീക്ഷിതനപത്യോ ഭൂത് സുരഥോ നാമ ജാഹ്നവഃ തതോ വിദൂരതസ്തസ്മാത് സാർവഭൗമസ്തതോ അഭവത് ജയസേനസ്തത്തനയോരാധിഗോദോ യുതോ ഹ്യഭൂത് തതശ്ച ക്രോധനസ്തസ്മാത് ദേവാദിതിരമുഷ്യ ച ഋഷ്യസ്തസ്യ ദിലീപോ ഭൂത് പ്രദീപസ്തസ്യ ചാത്മജഃ ദേവാഭിശന്തനുസ്തസ്യ ബാൽഹീക ഇതി ചാത്മജാഃ പിതൃരാജ്യം പരിത്യജ്യ ദേവാഭിസ്തുവനം ഗതഃ അഭവൽ ശന്തനു രാജാ പ്രാങ്മഹാഭിഷസംജ്ഞിതഃ യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേതി സഹ ശാന്തിമാപ്നോതി ചൈവാഗ്ര്യാം കർമ്മണാ തേന ശന്തനുഃ സമാദ്വാദശ തദ്രാജ്യേ നവവർഷ യഥാ വിഭുഃ. ശന്തനുർ ബ്രാഹ്മണൈരുക്തഃ പരിവേത്തായം അഗ്രബുക്ക് രാജ്യം ദേഹി അഗ്രജായാശു പുരരാഷ്ട്രവിവൃദ്ധയേ ഏവമുക്തോ ദ്വിജൈർജ്യേഷ്ഠം ചന്ദയാമാസ സോബ്രവീത് തന്മന്ത്രിപ്രഹിതൈർവിപ്രൈഃ വേദാദ് വിഭ്രംസിതോ ഗിരാം വേദവാദാദിവാദാൻ വൈ തദാ ദേവോ വർഷഃ ദേവാഭിർയോഗമാസ്ഥായ കലാപഗ്രാമമാശ്രിതഃ
सोमवंशे कलौ नष्टे कृतादौ स्थापयिष्यति बाल्हीकात् सोमदत्तो भूरिर्भूरिस्रवास्ततः शलश्च शन्तनोरासीत् गङ्गायां भीष्म आत्मवान् सर्वधर्मविदां श्रेष्ठो महाभागवतः कविः वीरयूदाग्रणीर्येण रामोऽपि उदितोषितः शन्तनोर्दाशकन्यायां जज्ञे चित्राङ्गदः सुतः विचित्रवीर्यश्चावरजो नाम्ना चित्राङ्गदो हतः यस्यां पराशरात् साक्षादवतीर्णो हरेः कलाम् वेदगुप्तो मुनिकृष्णो यतोऽहम् इदमद्यगाम् हित्वा स्वशिष्यान् पैलादीन् भगवान् बादरायणः मह्यम् पुत्राय शान्ताय परम् गुह्यमिदम् जगौ विचित्रवीर्योदो वाह काशीराजसुते बलाद् स्वयंवरादुपानीते अम्बिकाम्बालिके उभे तयोरासक्तहृदयो गृहीतो यक्ष्मणामृतः क्षेत्रे अप्रजस्य वै भ्रातुः मात्रोक्तो बादरायणः धृतराष्ट्रम् च पाण्डुम् च विदुरम् चाप्यजीजनत् गान्धार्याम् धृतराष्ट्रस्य जज्ञे पुत्रशतम् नृप तत्र दुर्योधनो ज्येष्ठो दुःशला चाभिकन्यका शापान्मैथुनरुद्धस्य पाण्डोः कुन्द्याम् महारगाः जादा धर्मानिलेन्द्रेभ्यो युधिष्ठिरमुखास्त्रयः नकुलः सहदेवश्च माद्र्याम् नासत्यदस्रयोः द्रौपद्याम् पञ्चभ्यः पुत्रास्ते पितरो अभवन् युधिष्ठिरात् प्रतिविन्द्यः श्रुतसेनो मृगोदरात् अर्जुनात् श्रुतकीर्तिस्तु शदानीकस्तु नागुलिः सहदेवसुतो राजन् श्रुतकर्मा तदापरे युधिष्ठिरात् पौरव्याम् देवगोदगडोत्कचः भीमसेनात् हिडिम्बायाम् काल्याम् सर्वगतस्ततः सहदेवात् सुहोत्रम् तु विजया सूतपार्वती करेणुमत्याम् नकुलो निरमित्रम् तदा अर्जुनः इरावन्दम् उलूप्याम् वै सुतायाम् बभ्रुवाहनम् मणिपूरपतेः सोऽपि तल्पुत्रः पुत्रिकासुतः तव तादः सुभद्रायामभिमन्युरजायत सर्वातिरथजिद्वीरः उत्तरायाम् ततो भवान् परीक्षीणेषु पुरुषु द्रौणेर्ब्रह्मास्त्रतेजसा त्वम् च कृष्णानुभावेन सजीवो मोचितोऽन्धकात् तवेमेतनयास्तात जनमे जयपूर्वकाः श्रुतसेनो भीमसेन उग्रसेनश्च वीर्यवान् जनमे जयस्त्वाम् विदित्वा तक्षकान् निधनम् गतम् सर्पान् वै सर्पयागाग्नौ सहोष्यति वृषान्वितः कावशेयम् पुरोधाय तुरम् तुरगमेधयाड् समन्दात् पृथिवीम् सर्वाम् जित्वा यक्षति चाध्वरैः तस्य पुत्रः शतानीको याज्ञवल्क्यात्रयीम् पठन् अस्त्रज्ञानम् क्रियाज्ञानम् शौनकात् परमेष्यति सहस्रानीकस्तल्पुत्रः ततश्चैवाश्वमेधजः असीमकृष्णः तस्यापि नेमिचक्रस्तु तल्सुतः गजाह्वये हृदे नद्या कौशाम्ब्याम् साधुवल्स्यति उक्तस्ततश्चित्ररथः तस्मात् कविरथः सुतः तस्माच्च वृष्टिमान् तस्य सुषेणोदमहीपतिः सुनीतस्तस्य भविता नृचक्षुर्यत्सुगीनलः परिप्लवः सुतस्तस्माद् मेधावी सूनयात्मजः नृपञ्जयस्ततो दूर्वः तिमिस्तस्माज्जनिष्यति तिमेर्बृहद्रथस्तस्माद् शतानीकः सुदासजः शतानीका दुर्दमनः तस्यापत्यम् वहीनरः
ദണ്ഡപാണിർനിമിസ്തസ്യ ക്ഷേമകോ ഭവിതാ നൃപഃ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സത്കൃതഃ ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ അധമാഗതരാജാനോ ഭവിതാരോ വദാമി തേ ഭവിതാ സഹ ദേവസ്യ മാർജാരിര്യത് ശ്രുതസ്രവാഃ തതോ അയുധായുസ്തസ്യാപി നിരമിത്രോ ദതൽസുതഃ സുനക്ഷത്രസ്സുനക്ഷത്രാത് ബൃഹൽസേനോദ കർമ്മചിത് തതസ്രുതം ച യാദ്വിപ്രഃ ശുചിസ്തസ്യ ഭവിഷ്യതി ക്ഷേമോദ സുവ്രതസ്തസ്മാത് ധർമ്മസൂത്രഃ ശമസ്തതഃ ദ്യുമൽസേനോദ സുമതിഃ സുബലോ ജനിതാ തതഃ സുനീതഃ സത്യജിതദ വിശ്വജിത് യത് രിപുഞ്ജയഃ ബാർഹദ്രതാശ്ച ഭൂപാലാ ഭാവ്യാ സാഹസ്രവത്സരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. വൈകി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഭരതന്റെ വംശത്തിൽ നമ്മൾ ശന്തനുവിനെയും അല്ലെങ്കിൽ ഭീഷ്മരെയും അതുപോലെ തന്നെ ധൃതരാഷ്ട്രർ, വിദുരർ, പാണ്ഡു മുതലായവർ ജനിക്കുന്നവർ വരെയുള്ള കഥകളാണ് ഇന്നലെ കണ്ടത്. ശന്തനുവിന് 3 അല്ലെങ്കിൽ 2 സഹോദരന്മാർ, ദേവാബിയും ബാൽഹീകനും മുന്നും പിന്നുമായിട്ട് ഉള്ള കഥയൊക്കെ പറഞ്ഞു. ആ ദേവാബി വിരക്തനായി രാജ്യം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു പോയി. ശന്തനുവിന്റെ അനുജനായ ബാൽഹീകൻ മഹാഭാരത യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഈ ദേവാബി കലിയുഗത്തില് സോമവംശം നശിച്ചു കഴിയുമ്പോൾ കൃതയുഗത്തിൽ വീണ്ടും ആ സോമവംശത്തിനെ ജനിപ്പിക്കാനായിക്കൊണ്ട് തപസ്വിയായിട്ട്, യോഗിയായിട്ട് ഇപ്പോഴും കുടികൊള്ളുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ വേദവ്യാസനിൽ നിന്ന് ശന്തനുവിന്റെ വംശം വിചിത്രവീര്യനിലൂടെ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിദുരനും ജനിച്ചതുവരെയുള്ള കാര്യങ്ങളാണ് 25-ാം ശ്ലോകം വരെ കണ്ടത്. ഇനി നമുക്ക് 26 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ കാണാം. കാരണം ആളുകളുടെ പേരുകൾ മാത്രമാണ് അതിൽ കൂടുതലായിട്ടും അറിയാനുള്ളത്. വേറെ കാര്യമായിട്ടുള്ള കഥകളൊന്നും ഇല്ല. നമുക്ക് നോക്കാം. 26-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമസ്കന്ധേ 22-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 26-ാം ശ്ലോകം. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശളാ ചാപി കന്യകാ. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശളാ ചാപി കന്യകാ. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ. ഗാന്ധാരിയിൽ ധൃതരാഷ്ട്രന് ജജ്ഞേ ജനിച്ചു. ആരാണ്? പുത്രശതം, 100 പുത്രന്മാർ ജനിച്ചു. അപ്പൊ ധൃതരാഷ്ട്രന് ഗാന്ധാരി എന്ന പത്നിയില് 100 പുത്രന്മാർ ജാതരായി. കൗരവന്മാർ എന്നവരെ നമ്മൾ വിളിക്കുന്നു. തത്ര ദുര്യോധനോ ജ്യേഷ്ഠ. ഇവരുടെ ഇടയിൽ 100 പേരിൽ
100 പുത്രന്മാരിൽ ജ്യേഷ്ഠനായിട്ട് ദുര്യോധനൻ. ദുശ്ശളാചാപി കന്യകാ, ഇവർക്ക് ഒരു ഏക സഹോദരി, അത് ദുശ്ശള എന്ന പേരിൽ. അങ്ങനെ അതും കൂടൊക്കെ 101. പുത്രശതത്തിന്റെ കൂടെ ഒരു പുത്രിയും കൂടി കൂടുമ്പോൾ 101. അങ്ങനെ ദുശ്ശളാചാപി കന്യക, ദുശ്ശള എന്ന കന്യകയും ധൃതരാഷ്ട്രന് ഉണ്ടായി. തുടർന്ന് പാണ്ഡുവിനെ കുറിച്ച് പറയുന്നു. ശാപാത് മൈഥുനരുദ്ധസ്യ പാണ്ഡോഃ കുന്ത്യാം മഹാരഥാഃ ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയഃ. ശാപാത് മൈഥുനരുദ്ധസ്യ പാണ്ഡോഃ കുന്ത്യാം മഹാരഥാഃ ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയഃ. ശാപാത് മൈഥുനരുദ്ധസ്യ പാണ്ഡോഃ, പാണ്ഡുവിന് മൈഥുനം രുദ്ധമാക്കപ്പെട്ടു, രോധിക്കപ്പെട്ടു, തടയപ്പെട്ടു എന്നർത്ഥം. ആർക്ക്? പാണ്ഡുവിന്. ശാപം നിമിത്തമായിട്ട്. ശാപാത് നമുക്ക് കഥയൊക്കെ അറിയാം. പാണ്ഡു ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒരു ഋഷി ദമ്പതികൾ, മുനി ദമ്പതിമാര് ഭാര്യയും ഭർത്താവും മാനുകളായിട്ട് രൂപമെടുത്ത് അവർ ക്രീഡിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അഥവാ മൈഥുന ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഇണകളായി ആ മാനുകൾ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാണ്ഡു നായാട്ടിന് ചെന്ന് അതിലൊരു മാനിനെ കൊന്നുകളഞ്ഞത്. പേടമാനിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ അതില് ആ മുനിയാണല്ലോ, ആണായിരിക്കുന്ന മാൻ, തന്റെ ഇണയെയാണല്ലോ പാണ്ഡു കൊന്നുകളഞ്ഞത് മൈഥുന സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശപിച്ചു, നീയും ഏതെങ്കിലും സ്ത്രീയുമായി അല്ലെങ്കിൽ നിന്റെ ഭാര്യയുമായി മൈഥുനത്തിൽ ഏർപ്പെടുന്ന സമയം നീ മരിച്ചു പോകുമെന്ന് ഈ മുനി ശപിച്ചു. അങ്ങനെ ആ മുനിയുടെ ശാപം കൊണ്ട് പാണ്ഡുവിന് ദാമ്പത്യം നിഷേധിക്കപ്പെട്ടു. അതാണ് ശാപാത് മൈഥുനരുദ്ധസ്യ പാണ്ഡോഃ. ശാപം കൊണ്ട് മൈഥുനത്തിൽ നിന്ന് രോധിക്കപ്പെട്ടവനായ പാണ്ഡുവിന് കുന്തിയാം, കുന്തിദേവിയിൽ ഭാര്യയിൽ, മഹാരഥാഃ ജാതാഃ, മഹാരഥന്മാരായ പുത്രന്മാർ 3 പേർ ജാതരായി. എവിടുന്നൊക്കെ? ധർമ്മ അനില ഇന്ദ്രേഭ്യോ, ധർമ്മനിൽ നിന്നും അനിലനിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും, അങ്ങനെ 3 പേരിൽ നിന്ന്. ആരൊക്കെയാണ്? യുധിഷ്ഠിരമുഖാഃ ത്രയഃ, യുധിഷ്ഠിരൻ മുതലായ 3 പേർ. അപ്പൊ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, ഈ 3 പേരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ധർമ്മനിൽ നിന്ന് യുധിഷ്ഠിരൻ, അനിലനിൽ നിന്ന് ഭീമസേനൻ, ഇന്ദ്രനിൽ നിന്ന് അർജുനൻ. അതാണ് ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാഃ ത്രയഃ മഹാരഥാഃ ജാതാഃ. ആ കുന്തിക്കുണ്ടായ 3 മഹാരഥപുത്രന്മാരാണ്. പിന്നെ പറയുന്നു, നകുലഃ സഹദേവശ്ച മാദ്ര്യാം നാസത്യദസ്രയോഃ ദ്രൗപദ്യാം പഞ്ചഭ്യഃ പുത്രാസ്തേ പിതരോ ഭവൻ. നകുലഃ സഹദേവശ്ച മാദ്ര്യാം നാസത്യദസ്രയോഃ ദ്രൗപദ്യാം പഞ്ചഭ്യഃ പുത്രാസ്തേ പിതരോ ഭവൻ. നകുലഃ സഹദേവഃ ച മാദ്ര്യാം, പാണ്ഡുവിന് മാദ്രി എന്ന ഭാര്യയിൽ 2 പുത്രന്മാർ, നകുല സഹദേവന്മാർ. അവരെവിടുന്നാണ്? ആരിൽ നിന്നാണ്? നാസത്യദസ്രയോഃ. കാരണം ശാപാത് മൈഥുനരുദ്ധനാണ് പാണ്ഡു. അപ്പോ മാദ്രി എന്ന തന്റെ ഭാര്യയിൽ നാസത്യനും ദസ്രനും അശ്വിനി ദേവന്മാർ. ഒരാളുടെ പേര് നാസത്യൻ, മറ്റൊരാള് ദസ്രൻ. ഇങ്ങനെ 2 പേരാണ് അശ്വിനി കുമാരന്മാര്. അവരിൽ നിന്ന് മാദ്രിക്ക് 2 പുത്രന്മാർ, നകുല സഹദേവന്മാർ. പിന്നീട് ദ്രൗപദ്യാം പഞ്ചഭ്യഃ പുത്രാഃ തേ പിതരോ അഭവന്. ദ്രൗപദ്യാം ദ്രൗപദിയിൽ പിന്നീട് 5 മക്കളുണ്ടായി. ആർക്ക്? പഞ്ചഭ്യഃ, 5 പേരിൽ നിന്നും. ഈ പറഞ്ഞ പഞ്ചപാണ്ഡവന്മാരിൽ നിന്ന് 5 പുത്രന്മാർ ദ്രൗപദിക്ക് പുത്രാഃ, ദ്രൗപദിക്ക് പുത്രന്മാരായി ഭവിച്ചു. ഈ 5 പേരും പിതരോ അഭവന്, അവർക്ക് പിതാക്കളായി ഭവിച്ചു എന്ന് പറയണം. അപ്പോ എന്താ പറയുക, ഒരു കാരണം കൊണ്ടും
ഇപ്പൊ ഇവിടെ വിതുരനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പാണ്ഡുവിന്റെ മക്കളല്ല എന്ന് വാദിക്കാൻ യാതൊരു ന്യായവുമില്ല. കാരണം അവരുടെയൊക്കെ പൂർവികന്മാരുടെ ചരിത്രവും കൂടി നോക്കിയാൽ മതി ഓരോരുത്തരും എങ്ങനെയൊക്കെ ഉണ്ടായത്. ഒന്നാമത് ഭരതന്റെ ദത്തുപുത്രനാണ്, അല്ലെങ്കിൽ യാഗാഗ്നിയിൽ നിന്ന് കിട്ടിയ പുത്രനാണ്. ഭരതന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ബീജത്തിൽ നിന്ന് ജനിച്ച പുത്രനല്ല വംശം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു ദാശരാജാവ് അഥവാ മുക്കുവൻ വളർത്തിയ മകളാണ് സത്യവതി. അപ്പൊ മുക്കുവ സ്ത്രീയുടെ മക്കള് രാജാവാകാമെങ്കിൽ എന്തുകൊണ്ട് വിതുരൻ രാജാവായിക്കൂടാ? അല്ലെ? അതിനാരാ വാക്കുകൊടുത്തത്? ഭീഷ്മർ തന്നെയാണ്. മുക്കുവ സ്ത്രീയുടെ മകനെ രാജാവാക്കിക്കോളാം. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ദാസീപുത്രനായ വിതുരനെയും രാജാവാക്കാം. എന്തായാലും വിചിത്രവീരനേക്കാൾ എത്രയോ യോഗ്യനാണ് പിന്നീടുണ്ടായ വിതുരൻ. അപ്പോ ഒക്കെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കുക എന്നുള്ളതായി തീർന്നു എന്ന് പറയാം. അതുപോലെ ധൃതരാഷ്ട്രനും പാണ്ഡുവും ആരിൽ നിന്നുണ്ടായതാണ്? വിചിത്രവീര്യന്റെ മക്കളും അല്ല, അതും വ്യാസനിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഒന്നും ഈ കുരുവംശത്തിലെ ബ്ലഡിൽ നിന്നല്ല ഉണ്ടായിരിക്കുന്നത്, അവിടുത്തെ പാത്രത്തിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രം മാത്രമാണ് അവിടുത്തെ ബീജദാതാക്കൾ, വീര്യദാതാക്കൾ, ഒറിജിനൽ പിതാക്കൾ പുറത്തുനിന്നാണ്. വ്യാസനിൽ നിന്നാണ് ഇവരൊക്കെ ഉണ്ടായത്, ധൃതരാഷ്ട്രനും പാണ്ഡുവും. അപ്പൊ പിന്നെ പാണ്ഡുവിന് ദേവന്മാരിൽ നിന്നുണ്ടായതിന് എന്താ കുഴപ്പം? പാണ്ഡുവിന് ശാപമുള്ളത് കൊണ്ട് ദേവന്മാരിൽ നിന്നുള്ള പുത്രന്മാരുണ്ടായി. അത് യോഗ്യർ തന്നെയാണ്, അവരൊക്കെ മഹാരഥന്മാർ തന്നെയാണ്. അപ്പൊ അതിനെ ദുര്യോധനന് ഇവർ പാണ്ഡുവിന്റെ മക്കളല്ല എന്ന് പറയാനുള്ള യാതൊരു ന്യായവും ഇല്ല. ഈ ദുര്യോധനന്റെ അച്ഛന്റെ കാര്യം എടുത്താൽ മതി, അല്ലേ? ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാല് യോഗ്യരായിട്ടുള്ളവർ രാജ്യം ഭരിക്കുക എന്ന് മാത്രമേ ഇവിടെ ന്യായം ഉള്ളൂ. അതാണ് രാജധർമ്മം. അല്ലാതെ ആ ജനറ്റിക്കലായിട്ടുള്ള DNA ക്രമത്തിൽ നോക്കിയിട്ട് കാര്യം ഇല്ല. ഇവർക്ക് യാതൊരു DNA കണക്ഷനും ഇല്ല. കൗരവ വംശവുമായിട്ട്, കുരുവുമായിട്ടും ഹസ്തിയുമായിട്ടും അല്ലെങ്കിൽ ഭരതനുമായിട്ടും പൂരുവുമായിട്ടൊന്നും അതിനുശേഷം ഉണ്ടായിട്ടുള്ളവർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ജനറ്റിക്കലായിട്ടുള്ള ബന്ധം ഇല്ല. സ്ത്രീകളോട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോ രാജധർമ്മം എന്താണ്? യോഗ്യരായിട്ടുള്ള ആളുകൾ രാജ്യം ഭരിക്കുക എന്നാണ്. അല്ലാതെ ദായക്രമം എന്നുള്ളതൊരു പേരിന് മാത്രമാണ്. തർക്കമില്ലാതിരിക്കാൻ, ശണ്ട ഉണ്ടാവാതിരിക്കാൻ, ആഭ്യന്തര കലഹങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദായക്രമം എന്നുള്ളൊരു സമ്പ്രദായം വെച്ചിരിക്കുന്നത്. ആ ദായത്തിൽ വരുന്നവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് അർഹത ഉള്ളൂ, അഥവാ രാജാവാകാൻ പാടുള്ളൂ. യോഗ്യരല്ലാത്തവർ ദായക്രമത്തിൽ വന്നാലും അവർ ഭ്രഷ്ടരായി പോകുന്നു. ഇപ്പൊ ദേവാബിയുടെ ചരിത്രം നോക്കൂ. ദേവാബി വേദങ്ങളെ നിഷേധിച്ചു, വേദവിരുദ്ധമായി പറഞ്ഞപ്പോൾ പാഷണ്ഡനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യാവകാശമില്ലാതെ പോയി, അതുകൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ദായക്രമത്തിലാണെങ്കിൽ ദേവാബിയെ പിടിച്ച് രാജാവാക്കേണ്ടതായിരുന്നില്ലേ? ശന്തനു രാജാവാക്കാൻ പാടുള്ളതല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കണം നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ വിതുരനെ രാജാവാക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല, യുധിഷ്ഠിരനെ രാജാവാക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആർക്കും ഉന്നയിക്കാൻ സാധ്യമല്ല. എല്ലാം കൂട്ടി ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഓരോന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിന്തിക്കരുത്. എല്ലാം കണക്റ്റഡ് ആണ്. നാരായണ. വളരെ രസകരമാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്. അപ്പോ നകുല സഹദേവന്മാർ മാദ്രിയിൽ നിന്ന് അശ്വിനി ദേവന്മാർക്കുണ്ടായി. ദ്രൗപദിക്ക് 5 പുത്രന്മാർ 5 ഭർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടായി. അതാരൊക്കെയാണെന്ന് തുടർന്ന് പറയുകയാണ്. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യ
ശ്രുതസേനോ വൃകോദരാത് അർജുനാത് ശ്രുതകീർത്തിസ്തു ശതാനീകസ്തു നാകുലിഃ സഹദേവസുതോ രാജൻ ശ്രുതകർമാ തദാപരേ യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവകോദ ഗഡോത്കജഃ ഭീമസേനാത് ഹിഡിംബായാം കാള്യാം സർവഗതസ്തതഃ സഹദേവാത് സുഹോത്രം തു വിജയാസൂത പാർവതി കരേണുമത്യാം നകുലോ വീരമിത്രം തദാർജുനഃ ഇരാവന്തമുലൂപ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപതേ സോപി തൽപുത്രഃ പുത്രികാസുതഃ. അടുത്ത ശ്ലോകം കൂടി ചേരുമ്പോഴാണ് ആ തലമുറ പൂർണ്ണമാകുന്നത്. തവതാത സുഭദ്രായാം അഭിമന്യുരജായത സർവാതിരതജിദ്വീരഃ ഉത്തരായാം തതോ ഭവാൻ. പരീക്ഷിത്ത് വരെയുള്ള വംശത്തെ പറഞ്ഞു. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യഃ ശ്രുതസേനോ വൃകോദരാത് അർജുനാത് ശ്രുതകീർത്തിസ്തു ശതാനീകസ്തു നാകുലിഃ സഹദേവസുതോ രാജൻ ശ്രുതകർമാ തഥാപരേ യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവകോത ഗഡോത്കജഃ ഭീമസേനാത് ഹിഡിംബായാം കാള്യാം സർവഗതസ്തതഃ സഹദേവാത് സുഹോത്രം തു വിജയാസൂത പാർവതി കരേണുമത്യാം നകുലോ വീരമിത്രം തദാർജുനഃ ഇരാവന്തമുലൂപ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപതേ സോപി തൽപുത്രഃ പുത്രികാസുതഃ തവതാത സുഭദ്രായാം അഭിമന്യുരജായത സർവാതിരതജിദ്വീരഃ ഉത്തരായാം തതോ ഭവാൻ. നാരായണ. അപ്പൊ യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യഃ പാഞ്ചാലിക്കുണ്ടായ 5 മക്കൾ ആരിൽ നിന്ന് ആര് എന്നെടുത്ത് പറയുകയാണ്. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യഃ യുധിഷ്ഠിരന്റെ മകനായിട്ട് പാഞ്ചാലിക്കുണ്ടായതാണ് പ്രതിവിന്ധ്യൻ എന്ന്. ശ്രുതസേനോ വൃകോദരാത് പാഞ്ചാലിക്ക് വൃകോദരൻ അഥവാ ഭീമസേനയിൽ നിന്നുണ്ടായ മകനാണ് ശ്രുതസേനഃ. അർജുനാത് ശ്രുതകീർത്തിഹീതു അർജുനനിൽ നിന്ന് പാഞ്ചാലിക്ക് ശ്രുതകീർത്തി എന്ന പുത്രനുണ്ടായി. ശതാനീകസ്തു നാകുലിഃ നകുലന്റെ പുത്രൻ നാകുലി. ആരാണ്? പേരെന്താണ്? ശതാനീകഃ. അപ്പൊ നകുലപുത്രനായ ശതാനീകൻ പാഞ്ചാലിക്ക് 4ാമനായിട്ടുണ്ടായി. സഹദേവസുതോ രാജൻ ശ്രുതകർമാ അവസാനത്തെ 5ാമത്തെ ആളായ സഹദേവന്റെ പുത്രനായി ശ്രുതകർമ്മ എന്ന പേരുള്ള ആള് പാഞ്ചാലിക്ക് ജനിച്ചു. അപ്പൊ 5 മക്കള് പാഞ്ചാലിക്കുണ്ടായി. ഈ 5 പേരെയും ആരാ വധിച്ചു കളയുന്നത്? മഹാഭാരത യുദ്ധശേഷം 18ാം ദിവസം രാത്രി ശിബിരത്തിൽ കിടന്നുറങ്ങുമ്പോൾ അശ്വത്ഥാമാവ് വന്ന് ഇവരെ ശിരച്ഛേദം ചെയ്ത് ഇവരുടെ അമ്മാവനായ പാഞ്ചാലി സഹോദരനായ ദൃഷ്ടദ്യുമ്നനെയും ശിരച്ഛേദം ചെയ്ത് വധിച്ച് ആ ശിബിരത്തിന് തീ കൊടുക്കുന്ന കഥയൊക്കെ നമ്മൾ പ്രഥമ സ്കന്ധത്തില് കണ്ടിട്ടുണ്ട്. അല്ലേ? മറന്നുപോയി കാണും അല്ലേ? എത്ര കാലം ഈ പ്രഥമ സ്കന്ധം കണ്ടിട്ട്. ഇനി കഴിഞ്ഞ ആഴ്ച സപ്താഹം കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ എന്തായാലും ഈ 5 പേര് പ്രതിവിന്ധ്യൻ, ശ്രുതസേനൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതകർമ്മ ഈ 5 പേര് പാഞ്ചാലിയുടെ 5 മക്കള് പഞ്ചപാണ്ഡവന്മാരിൽ നിന്ന് ഇവര് അശ്വത്ഥാമാവിനാൽ വധിക്കപ്പെട്ടവരാണ്. നാരായണ. ഇനി തഥാ അപരേ ഇനി അതുപോലെ വേറെയും മക്കളുണ്ടാർക്ക്? ഇവർക്ക് ഈ പാണ്ഡവന്മാർക്ക്, പാഞ്ചാലിക്കല്ല പാണ്ഡവന്മാർക്ക്. പാഞ്ചാലിക്ക് 5 മക്കള്. പാണ്ഡവന്മാർക്ക് വേറെയും ഭാര്യമാരുണ്ട് അല്ലെ? പാഞ്ചാലി അല്ലാതെ ഓരോരുത്തർക്കും വേറെ വേറെ ഭാര്യമാരുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് തഥാ അപരെ അതുപോലെ തന്നെ അപരന്മാരുണ്ട്. ആരൊക്കെയാണ്? യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവകോ യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവകഃ യുധിഷ്ഠിരന് പൗരവിയിൽ ദേവകൻ എന്നു പേരുള്ള പുത്രനുണ്ടായി. അപ്പൊ യുധിഷ്ഠിരന്റെ
സ്പെഷ്യൽ എഡിഷനാണ് ദേവകൻ എന്നു പേരുള്ള പുത്രൻ. പൗരവി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്, സ്വന്തം ഭാര്യയുടെ പേര്. പാഞ്ചാലിയാണ് പട്ടമഹിഷി എങ്കിലും മറ്റൊരു ഭാര്യ കൂടിയുണ്ട്, പൗരവി. ഇനി ഭീമസേനനിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഗഡോൽക്കജ ഭീമസേനാത് ഹിഡിംബായാം. അതൊന്നിച്ച് വായിക്കേണ്ടതാണ്. ഗഡോൽക്കജ എന്ന് പറഞ്ഞിട്ട് ഭീമസേനാത് ഹിഡിംബായാം. ഭീമസേനനിൽ നിന്ന് ഹിഡിംബയിൽ ഉണ്ടായവനാണ് ഗഡോത്കജൻ. അപ്പൊ ഈ ദേവകൻ, ഗഡോത്കജൻ ഇവരൊക്കെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യാണ്. ഗഡോത്കജനെ കർണൻ അർജുനന് വേണ്ടി കരുതി വെച്ചിരുന്ന ആ വേലുകൊണ്ടാണ്, ഇന്ദ്രൻ കൊടുത്ത വേലുകൊണ്ടാണ് വധിക്കുന്നത്. അപ്പോ ആ ഗഡോത്കജൻ, മഹാശക്തനായിട്ടുള്ള ഗഡോത്കജൻ ഭീമസേനന്റെ പുത്രൻ, ഹിഡിംബയിലുണ്ടായത്. പിന്നീട് കാളി എന്ന പേരായ മറ്റൊരു ഭാര്യയില് കാള്യാം സർവഗത തതഹ. ഭീമസേനന്റെ മറ്റൊരു ഭാര്യയാണ് കാളി. കാട്ടിൽ താമസിക്കുമ്പോൾ പല ഭാഗത്തും ഇവർക്ക് സംബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ സന്തതികളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ കാളി എന്ന് പറയുന്ന ഭാര്യയില് ഭീമസേനനുണ്ടായ മറ്റൊരു പുത്രനാണ് സർവഗതൻ. ഈ സർവഗതനും മഹാഭാരത യുദ്ധത്തിലല്ല, അതിനു മുമ്പേ കൊല്ലപ്പെടുന്നുണ്ട്. യുദ്ധം തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സർവഗതൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നുണ്ട്. കാരണം സർവഗതൻ ദുര്യോധന പക്ഷത്ത് ചേരാനുള്ളൊരു ഒരുക്കം ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ അതിൽ പങ്കെടുപ്പിക്കാതെ വധിച്ചു കളയുന്ന കഥയുണ്ട്. കഥ വിസ്തരിച്ച് ഓർമ്മയില്ല, അങ്ങനൊരു ഓർമ്മ, ചെറിയൊരു ആരായ മഹാശക്തനാണ് സർവഗതൻ. നാരായണ. അപ്പൊ കാളിയിൽ സർവഗതൻ. സഹദേവാത് സുഹോത്രം തു വിജയ അസൂത പാർവതി. പാർവതി വിജയ, പർവ്വതപുത്രിയായ വിജയ എന്നാണ് അർത്ഥം. വിജയയുടെ വിശേഷണമാണ് പാർവതി. പർവ്വതപുത്രിയായ വിജയ സഹദേവാത്, സഹദേവനിൽ നിന്ന് അസൂത പ്രസവിച്ചു. ആരെ? സുഹോത്രം. അപ്പൊ സുഹോത്രൻ എന്നു പേരായ പുത്രൻ സഹദേവനുണ്ടായി. ഭീമസേനന് രണ്ടു മക്കൾ പുറമെ ഗഡോൽഗജനും സർവഗതനും. ഇവിടെ സഹദേവന് സുഹോത്രൻ എന്നു പേരുള്ള ഒരു പുത്രൻ. തുടർന്ന് കരേണുമത്യാം നകുലോ വീരമിത്രം തത് അർജുന ഇരാവന്തമുരൂപ്യാം വൈസുതായാം ബബ്രുവാഹന മണിപൂരപതേ സോപി തത്പുത്ര പുത്രികാസുത. അപ്പൊ കരേണുമത്യാം നകുലോ വീരമിത്രം, അതുവരയ്ക്കൊരു ഫ്രൈസ്. നകുലൻ, നാലാമനായ പാണ്ഡവൻ നകുലൻ കരേണുമതി എന്ന് പറയുന്ന ഭാര്യയിൽ വീരമിത്രൻ എന്ന് പറയുന്ന ഒരു പുത്രനെ ജനിപ്പിച്ചു. ഇപ്പൊ നകുലന്റെ സ്പെഷ്യൽ പുത്രനാണ് വീരമിത്രൻ. തത് അപ്രകാരം തന്നെ അർജുനനും വേറെയും മക്കളുണ്ട്. അതിൽ ഒരുത്തനാണ് ഇരാവന്തൻ. ഇരാവാൻ ആണ് പേര്. ഇരാവന്തം എന്നുള്ളത് അതിന്റെ ദ്വിതീയ പ്രയോഗമാണ്. ഇരാവാൻ എന്നുള്ള പേരിനെ ദ്വിതീയയിൽ പ്രയോഗിക്കുമ്പോൾ ഇരാവന്തനെ, ഭഗവാൻ, ഭഗവന്തം എന്ന് പറയും പോലെയാണ്. അപ്പൊ ഇരാവാന്റെ അമ്മയുടെ പേര് ഉലൂപി എന്നാണ്. അതാണ് ഉലൂപ്യാം വൈ. ഉലൂപി എന്ന് പറയുന്ന സ്ത്രീയില് അർജുനനുണ്ടാവുന്ന ഒരു പുത്രനാണ് ഇരാവാൻ. ഇവിടെ പാലക്കാട് ഈ ഇരാവാൻ ഒരു ക്ഷേത്രമുണ്ട്, കൊല്ലങ്കോട് പനങ്ങാട്ടിരി എന്ന് പറയുന്ന ദേശത്ത്. ഇരാവാന്റെ പ്രത്യേക ക്ഷേത്രമാണ്. പ്രത്യേക പൂജകളൊക്കെ വാർഷികമായിട്ട് നടക്കും. ദിവസവും പൂജ നടക്കുന്ന ക്ഷേത്രമാണ് ഇരാവാൻ. അർജുനനെ യുദ്ധത്തിൽ, പാണ്ഡവന്മാരെ യുദ്ധത്തിൽ സഹായിച്ച ആളാണ് ഈ ഇരാവാൻ. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. എങ്കിലും ആളൊരു വീരനാണ്, ഒരു ശക്തനാണ്, ചില സമൂഹങ്ങളുടെ ആരാധ്യ ദേവനാണ്. ഒരു പ്രത്യേക സമൂഹമാണ് ഈ ഇരാവാനെ ആരാധിക്കുന്നത്. പാലക്കാട് ഈ തരകന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവർക്കാണ് ഒരു ദേവനായിട്ട്, ഒരു ആരാധ്യ ദേവനായിട്ട് ഈ ഇരാവാന്റെ ക്ഷേത്രമുള്ളത്.
പാലക്കാട് കൊല്ലങ്കോട് നെന്മാറയുടെ ഇടയിൽ പനങ്ങാട്ടിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ അവിടെ വിശേഷങ്ങൾക്കൊക്കെ പ്രഭാഷണത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇരാവാന്റെ ക്ഷേത്രം, ഉലൂപിയുടെ പുത്രനായിട്ട്. അങ്ങനെ എന്തോ ഒരു വിഷ്ണുവിന്റെ അംശമോ ഗരുഡന്റെ അംശമോ അങ്ങനെ എന്തോ ആണ്, മറന്നു. വിഷ്ണുവിന്റെ അംശം തന്നെയാ തോന്നുന്നുണ്ട് ഇരാവാൻ. അപ്പോ ഇരാവാൻ അർജുനനിൽ നിന്ന് ഉലൂപിയിൽ ഇരാവാൻ എന്ന പുത്രനും, അവള് ഉലൂപി ആ നാഗകന്യകയാണ്. അതാണ് സുതായാം ബഭ്രുവാഹനം. ബഭ്രുവാഹനൻ എന്ന് പറയുന്ന നാഗത്തിന്റെ പുത്രിയാണ് ഉലൂപി, നാഗകന്യകയാണ്. അപ്പൊ അവളിലാണ് ഇരാവാൻ എന്ന് പറയുന്നതായിട്ടുള്ള. അദ്ദേഹം മണിപൂരപതിയാണ് അല്ലെ, മണിപൂരപതിയാണ് ഈ ബഭ്രുവാഹനൻ. അദ്ദേഹത്തിന്റെ ബഭ്രുവാഹനനും അർജുനന്റെ പുത്രനാണ്. സോറി, സുതായാം വൈ ഉലൂപ്യ, ഉലൂപി എന്നുള്ള നാഗകന്യകയിൽ ഇരാവാനും ബഭ്രുവാഹനം മണിപൂരപതേഹെ, മണിപൂരപതിയിൽ നിന്ന് ബഭ്രുവാഹനൻ. പക്ഷെ അർജുനന്റെ പുത്രനാണ്, മണിപൂരപതിയുടെ പുത്രനായിട്ടും അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. മണിപൂരം എന്നുള്ളതായിട്ടുള്ള ആ രാജ്യത്തിന്റെ പതിയുടെ പുത്രനായിട്ടാണ് വളരുന്നത് ബഭ്രുവാഹനൻ. ബഭ്രുവാഹനനെ ജനിപ്പിച്ചത് അർജുനനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മണിപൂരിന്റെ ദേശങ്ങളുടെ അധിപന്റെ പുത്രിയില് ബഭ്രുവാഹനൻ ഉണ്ടായി. അർജുന പുത്രനായിട്ട് ജനിച്ചുവെങ്കിലും മണിപൂരപതിയുടെ പുത്രനായിട്ടായിരുന്നു അദ്ദേഹം വളർന്നത്. അതായത് അർജുനന് ഇവളിൽ ജനിക്കുന്ന പുത്രിയെ എനിക്ക് തന്നെ വളർത്താൻ തരണമെന്ന് ബഭ്രുവാഹനൻ ആ മണിപൂരപതി പറഞ്ഞു. അപ്പൊ വളർത്തച്ഛനാണ് മണിപൂരപതി, ജനയിതാവ് അർജുനനാണ്. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ബഭ്രുവാഹനൻ അർജുനസ്യ പുത്ര, ഇരാവാനും ബഭ്രുവാഹനനും. കാരണം ആ മണിപൂരപതിക്ക് മറ്റ് ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന ആൺമകനെ പുത്രികാധർമ്മം അനുസരിച്ച് എനിക്ക് തിരിച്ചു തരണമെന്ന് പണ്ട് നമ്മുടെ സ്വയംഭൂമനു യജ്ഞനെ ദത്തെടുത്തതുപോലെ, ആകൂതിക്കും രുചിക്കും പുത്രനായിട്ട് ജനിച്ച യജ്ഞൻ എന്ന ഭഗവാന്റെ അവതാരത്തെ സ്വയംഭൂമനു ദത്തെടുത്തതുപോലെ ഇവിടെ ആ മണിപൂരപതി തന്റെ മകളുടെ കുട്ടിയായ ബഭ്രുവാഹനെ, അർജുനന്റെയും പുത്രനായ ബഭ്രുവാഹനെ ദത്തെടുത്ത് വളർത്തുന്നു. അപ്പൊ അതാണ്. ഇനി തത്പുത്ര പുത്രികാസുത, പുത്രികാസുതനാണ്, മകളുടെ മകനാണ് എന്ന് പറഞ്ഞതാണ്. തുടർന്ന് തവതാദ സുഭദ്രായാം അഭിമന്യു അജായത സർവ അതിരഥജിദ്വീര ഉത്തരായാം തതോ ഭവാൻ. അർജുനന് സുഭദ്രായാം തവതാദ അഭിമന്യു അജായത, അർജുനന്റെ മറ്റൊരു പുത്രനാണ് അഭിമന്യു. അപ്പൊ അർജുനന് പാഞ്ചാലിയില് മറ്റേ ശ്രുതകീർത്തി, ഇരാവാൻ, ഉലൂപിയിൽ ഇരാവാൻ, മറ്റൊരാളിൽ മണിപൂരപതിയിലുള്ള പുത്രിയിൽ ബഭ്രുവാഹനൻ, പിന്നീട് സുഭദ്രയിൽ അഭിമന്യു. അങ്ങനെ 4 മക്കളാണ് അർജുനന്. അർജുനന് 3 സ്പെഷ്യലാണ്, 4 പേര്. ഭീമസേനന് 3 പേര്, മറ്റുള്ളവർക്ക് 3 പേർക്കും ഈ 2 പേര് മക്കളായിട്ട് ഉള്ളത്. ഇവരെല്ലാവരും മഹാഭാരത യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തവതാദ സുഭദ്രായാം അഭിമന്യു അജായത, അങ്ങയുടെ പുത്രൻ സുഭദ്രയിൽ നിന്ന് അഭിമന്യു ജാതനായി. സർവ അതിരഥജിത് വീര, എല്ലാ അതിരഥന്മാരെയും ജയിക്കുന്നവനായ വീരനാണ് നമ്മുടെ
അഭിമന്യു എന്ന് അഭിമന്യുവിനെ പ്രത്യേകം അച്ഛനെ വിശേഷിപ്പിച്ചതാണ്. പരീക്ഷത്തിന്റെ അച്ഛനെ ശുഖബ്രഹ്മർഷി ഒന്നുകൂടെ പുകഴ്ത്തി പറഞ്ഞാണ് അതിരഥന്മാരെയെല്ലാം ജയിക്കുന്നവനാണ്. അതിരഥന്മാരെന്ന് പറഞ്ഞാൽ തന്നെ 10 മഹാരഥന്മാരോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുന്നവനാണ് ഒരു അതിരഥൻ. ഒരു മഹാരഥൻ എന്ന് പറഞ്ഞാൽ തന്നെ 10,000 ആനയും അതുപോലെയുള്ളതായിട്ടുള്ള കുതിരയും രഥവും മറ്റ് സൈന്യങ്ങളും ഒപ്പം കൊണ്ടു നടന്ന് നയിക്കുന്നവനെയാണ് മഹാരഥൻ എന്ന് പറയുക. അത്രയും വലിയ മഹാരഥന്മാർ 10 പേരോട് ഒന്നിച്ച് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നവനെയാണ് അതിരഥൻ എന്ന് പറയുക. അങ്ങനെയുള്ള അതിരഥന്മാരെയൊക്കെ ജയിക്കുന്നവനാണ് ഈ അഭിമന്യു എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്, വീരനാണ്. ഇനി ഉത്തരായാം തതോ ഭവാൻ. തതഹ എന്ന് പറഞ്ഞാൽ അഭിമന്യുവിൽ നിന്ന്, ഭവാൻ അങ്ങ് ഉത്തര എന്ന അമ്മയിൽ നിന്ന് ജനിച്ചു എന്ന് പരീക്ഷത്തിന്റെ ജന്മത്തെക്കുറിച്ചും പറഞ്ഞു. തുടരുകയാണ്. പരീക്ഷീണേഷു കുരുഷു ദ്രൗണേർ ബ്രഹ്മാസ്ത്രതേജസ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത്. പരീക്ഷീണേഷു കുരുഷു ദ്രൗണേർ ബ്രഹ്മാസ്ത്രതേജസ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത്. പരീക്ഷത്തിന്റെ ജന്മഭാഗ്യത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദ്രൗണേഹേ ബ്രഹ്മാസ്ത്ര തേജസ കുരുഷു പരീക്ഷീണേഷു. ദ്രൗണിയുടെ അഥവാ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്ര തേജസ, ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ്സുകൊണ്ട് കുരുഷു പരീക്ഷീണേഷു സത്സു, കുരു വംശത്തിലുള്ളവരെല്ലാം കൗരവന്മാര് എല്ലാവരും തന്നെ അഥവാ പാണ്ഡവന്മാരടക്കം, കുരു എന്നുള്ള ശബ്ദം കൊണ്ട് പാണ്ഡവന്മാരും പെട്ടു. അപ്പൊ പാണ്ഡവന്മാരെല്ലാവരും പരീക്ഷീണേഷു, പരിതഹ ക്ഷീണേഷു നന്നായി ക്ഷയിച്ചു പോയപ്പോൾ, നശിച്ചു പോയപ്പോൾ, ത്വം ച കൃഷ്ണാനുഭാവേന സജീവ മോചിത അന്ധകാത്. ഹേ പരീക്ഷിത്തെ, നീയാകട്ടെ ആ കൃഷ്ണ അനുഭാവേന, കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട്, മഹാത്മ്യം കൊണ്ട്, സജീവ ജീവനോടുകൂടെ, അന്ധകാത് മോചിത അന്ധകനിൽ നിന്ന് മുക്തനായിത്തീർന്നു, മോചിതനായിത്തീർന്നു. അന്ധകൻ നിന്നെ പിടികൂടിയിരുന്നു എങ്കിലും ഭഗവാന്റെ മാഹാത്മ്യം കൊണ്ട് അന്ധകനിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചത് ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. തവേമേ തനയാസ്താത ജനമേ ജയപൂർവകാഃ ശ്രുതസേനോ ഭീമസേനഃ ഉഗ്രസേനശ്ച വീര്യവാൻ. തവേമേ തനയാസ്താത ജനമേ ജയപൂർവകാഃ ശ്രുതസേനോ ഭീമസേനഃ ഉഗ്രസേനശ്ച വീര്യവാൻ. അല്ലയോ താതാ, വത്സ, പരീക്ഷിത്തെ കേൾക്കൂ. തവ ഇമേ തനയാഹ, അങ്ങയുടെ പുത്രന്മാരാകുന്നു ഇവർ. ആരൊക്കെയാണ്? ജനമേജയ പൂർവകാഹ, ജനമേജയൻ ജ്യേഷ്ഠനായിട്ടുള്ളവർ. അവരാരൊക്കെയാണ്? ശ്രുതസേന, ഭീമസേന, ഉഗ്രസേന. അപ്പൊ ഇവരൊക്കെ കേമന്മാരാണ്. ജനമേജയന്റെ അനുജന്മാരായി ശ്രുതസേനൻ, ഭീമസേനൻ, വീര്യവാനായ ഉഗ്രസേനൻ. അപ്പോ ഇങ്ങനെ പഴയ ആൾക്കാരുടെ പേര് തന്നെ ആവർത്തിച്ചു വരും. ഇപ്പൊ ഭീമസേനന്റെ മകന്റെ പേര് ശ്രുതസേനനാണ്. സ്വയം ഭീമസേനൻ തന്നെ ഇവിടെ മകനെ പോലെ ഇവിടെ പേരിൽ വരുന്നു പരീക്ഷത്തിന്, അല്ലേ? ഭീമസേനനും ഭീമസേനന്റെ മകനായ ശ്രുതസേനന്റെ പേരും പരീക്ഷത്തിന്റെ മക്കൾക്കിടുന്നു. അതുപോലെ ഉഗ്രസേനൻ എന്നും ഒരു പേരിടുന്നു. എന്തായാലും പരീക്ഷത്തിന്റെ മക്കളാണ് ജനമേജയൻ, ശ്രുതസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ മുതലായവർ. തുടർന്ന് ജനമേജയസ്ത്വാം വിദിത്വ തക്ഷകാത് നിധനംഗതം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി ഋഷാന്വിതഃ. ജനമേജയസ്ത്വാം വിദിത്വ തക്ഷകാത് നിധനം ഗതം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി ഋഷാന്വിതഃ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറയുകയാണ്. പരീക്ഷിത്ത് ഇപ്പൊ ജീവനോടെ ഉണ്ട്. പരീക്ഷിത്ത് മരിക്കും എന്നുള്ളത് ഉറപ്പ് പറയണ ആര്? ശ്രീശുഖ ബ്രഹ്മർഷി തന്നെ. അതാണ് ജനമേജയ, നിന്റെ പുത്രനായ ജനമേജയൻ, ത്വാം തക്ഷകാത് നിധനം ഗതം വിദിത്വ, നിന്നെക്കുറിച്ച് തക്ഷകനിൽ നിന്ന് നിധനം ഗതനായി അറിഞ്ഞിട്ട്, നിധനം എന്ന് പറഞ്ഞാൽ മരണം, അപ്പൊ നീ തക്ഷകനിൽ നിന്ന് മരണം സ്വീകരിച്ചതായിട്ട് അറിഞ്ഞിട്ട്, സർപ്പയാഗാഗ്നൗ സർപ്പാൻ സഹ ഹോഷ്യതി, സർപ്പയാഗം എന്നുള്ള ആ യാഗം നടത്തിയിട്ട് അതിന്റെ അഗ്നിയിലേക്ക് സർപ്പങ്ങളെയെല്ലാം സഹ അവൻ ജനമേജയൻ ഹോഷ്യതി,
ഹോഷ്യതി എന്നുള്ളത് ഭാവിയിൽ ഹോമിക്കും എന്നാണ് പ്രയോഗം. ഹോമിക്കും എന്നുള്ളതിനാണ് ഹോഷ്യതി. ഇപ്പൊ ചെയ്യുമ്പോൾ ജുഹോതി, ഹോമിക്കുന്നു. വർത്തമാനത്തിൽ ജുഹോതി എന്നാണ് പറയുക. മറ്റത് വരാനിരിക്കുന്നത് ഹോഷ്യതി, ഹി വിൽ സാക്രിഫൈസ് എന്ന് അർത്ഥം. സഹ ഹോഷ്യതി രുഷാൻവിത, രോഷത്തോടുകൂടിയവനായിട്ട്, സർപ്പങ്ങളോടുള്ള രോഷം കാരണമായിട്ട് സർപ്പങ്ങളെ ഭാവിയിൽ ഹോമിക്കുമെന്ന് അച്ഛനോട് തന്നെ മകന്റെ കഥയെ, വരാനിരിക്കുന്നതിനെ പ്രവചിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. തുടർന്ന് കാവശേയം പുരോധായ തുരം തുരകമേധയാട് സമന്താത് പൃഥിവീം സർവം ജിത്വാ യക്ഷതി ചദ്വരൈഹി. കാവശേയം പുരോധായ തുരം തുരകമേധയാട് സമന്താത് പൃഥിവീം സർവം ജിത്വാ യക്ഷതി ചദ്വരൈഹി. ആ ജനമേജയന്റെ മാഹാത്മ്യം, ശക്തി ഒന്നുകൂടെ പറയുകയാണ്. ഇവൻ അശ്വമേധയാഗം ചെയ്യും എന്ന്. ജനമേജയൻ അശ്വമേധയാഗം ചെയ്യും. ആ ജനമേജയൻ നടത്തുന്ന അശ്വമേധയാഗത്തിലാണ് മഹാഭാരത കഥയെല്ലാം പറയപ്പെടുന്നത്. വൈശമ്പായനൻ വന്ന് ജനമേജയനെ കേൾപ്പിക്കുന്നതാണ് മഹാഭാരതം. സന്ദർഭം ഈ അശ്വമേധയാഗത്തിലാണ്. വൈശമ്പായന ഉവാച, വൈശമ്പായന ഉവാച എന്നാണ് മഹാഭാരതം കാണുക. വ്യാസശിഷ്യനായിട്ടുള്ള വൈശമ്പായന മഹർഷിയാണ് മഹാഭാരതം പറയുന്നത്. അത് ഈ അശ്വമേധയാഗ സദസ്സിലാണ്. അപ്പൊ കാവശേയം തുരം പുരോധായ, കാവശേയൻ എന്ന് പറഞ്ഞാൽ കാവശൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ഒരു ബ്രാഹ്മണന്റെ പുത്രനാണ് തുരൻ എന്ന് പേരുള്ളവൻ. തുരഹ, അവന്റെ പേര് തുരഹ എന്നാണ്. അപ്പൊ തുരം ദ്വിതീയ. അപ്പൊ കാവശേയൻ എന്ന തുരനെ, കാവശന്റെ പുത്രനായ തുരനെ പുരോധായ, പുരോധായ എന്ന മുമ്പിൽ നിർത്തിയിട്ട്, അഥവാ പുരോഹിതം കൃത്വ എന്നർത്ഥം, പുരോഹിതനാക്കി ചെയ്തിട്ട് സർവാം പൃഥ്വിയും സമന്താത് ജിത്വ, എല്ലാ ഭൂമിയെയും എല്ലാ 4 ഭാഗത്തും ജയിച്ചിട്ട്, സമന്താത് ജിത്വ തുരകമേധയാട്, തുരകമേധം അശ്വമേധം, തുരകം അശ്വമാണ്, അശ്വമേധത്തെ തുരകമേധം, യാട് എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവൻ, യജ്ഞം ചെയ്യുന്നവൻ, തുരകമേധയാട്. അദ്വരൈഹി യക്ഷ്യതി, അദ്വരങ്ങളെ കൊണ്ട്, യാഗങ്ങളെ കൊണ്ട് യജിക്കും. ഭാവിയാണ്, ഫ്യൂച്ചറാണ്. യക്ഷ്യതി, അവൻ അശ്വമേധയാഗം ചെയ്യും. ധാരാളം അശ്വമേധങ്ങൾ അവൻ ചെയ്യും, അവൻ ദിഗ്വിജയം നടത്തും എന്ന് അച്ഛനോട് തന്നെ മകന്റെ മാഹാത്മ്യം, ജനമേജയന്റെ മാഹാത്മ്യം പറയുകയാണ്. തസ്യ പുത്രഃ ശതാനീകോ യാജ്ഞവൽക്യാത് ത്രയീം പഠന് അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേഷ്യതി. തസ്യ പുത്രഃ ശതാനീകോ യാജ്ഞവൽക്യാത് ത്രയീം പഠന് അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേഷ്യതി. അപ്പൊ ഇവിടെ തസ്യ പുത്രഃ ശതാനീകഃ, ജനമേജയസ്യ പുത്രഃ എന്നർത്ഥം. ജനമേജയന്റെ പുത്രൻ ശതാനീകൻ, പരീക്ഷത്തിന്റെ പൗത്രൻ. അപ്പൊ പേരക്കുട്ടിയുടെ കഥ പറയണം. തസ്യ പുത്രഃ ശതാനീകഃ യാജ്ഞവൽക്യാത് ത്രയീം പഠന്, യാജ്ഞവൽക്യ മഹർഷിയിൽ നിന്ന് വേദങ്ങളെ നേരിട്ട് പഠിക്കും. അപ്പൊ യാജ്ഞവൽക്യ ശിഷ്യനായി വേദങ്ങളെ പഠിക്കും. മാത്രമല്ല ക്ഷത്രിയനായതുകൊണ്ട്, രാജാവായതുകൊണ്ട് അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം, യജ്ഞാദി ക്രിയകളെ കുറിച്ചിട്ടുള്ള ജ്ഞാനവും അസ്ത്രങ്ങളെ കുറിച്ചുള്ള ജ്ഞാനവും ഒക്കെ പഠിക്കും. അപ്പൊ അത് അസ്ത്രജ്ഞാനം പഠിക്കുന്നത് കൃപാചാര്യരിൽ നിന്നാണ്, ക്രിയാജ്ഞാനം പഠിക്കുന്നത് ശൗനകാത്. ശൗനകാത് പരം ഏഷ്യതി, ആ ശൗനകനിൽ നിന്ന് നന്നായിട്ട് അഭ്യസിക്കും എന്നർത്ഥം. എന്നിട്ട് പരത്തെ പ്രാപിക്കും. അപ്പൊ എല്ലാ ജ്ഞാനവും നേടും 3 ഗുരുക്കന്മാരിൽ നിന്ന്. യാജ്ഞവൽക്യനിൽ നിന്ന് വേദങ്ങൾ, ശൗനകനിൽ നിന്ന് ക്രിയാജ്ഞാനങ്ങൾ, കർമ്മകാണ്ഡം, കൃപാചാര്യനിൽ നിന്ന് അസ്ത്രജ്ഞാനം. ഇതെല്ലാം അദ്ദേഹം പഠിച്ചെടുത്ത് മിടുക്കനായിരിക്കും ശതാനീകൻ. സഹസ്രാനീകഃ തൽപുത്രഃ തതശ്ചൈവാശ്വമേധജഃ
അസീമകൃഷ്ണ തസ്യാപി നേമിചക്രസ്തു തൽസുതഃ സഹസ്രാനീകസ്തൽപുത്രഃ തതശ്ചൈവ അശ്വമേധജഃ അസീമകൃഷ്ണസ്തസ്യാപി നേമിചക്രസ്തു തൽസുതഃ സഹസ്രാനീകഃ തൽപുത്രഃ ശതാനീകന്റെ പുത്രൻ സഹസ്രാനീകൻ. ആരും മോശക്കാരല്ല എന്ന് സൂചിപ്പിക്കുന്ന പേരുകളാണ്. അനീകം എന്ന് പറഞ്ഞാൽ സൈന്യം എന്നർത്ഥമാണ്. അപ്പോ അനേക സൈന്യം കൂടെയുള്ളവർ, അനീകിനികൾ കൂടെയുള്ളവർ എന്നൊക്കെ അർത്ഥത്തില് സഹസ്രാനീക. അച്ഛൻ ശതാനീകനാണെങ്കിൽ മകൻ സഹസ്രാനീകനാണ്. ഇനി തതശ്ചൈവ അശ്വമേധജഃ, അവന്റെ പുത്രനായിട്ട് അശ്വമേധജൻ എന്നൊരു പുത്രൻ. അശ്വമേധജൻ, അശ്വമേധാത് ജാതഃ ഇതി അർത്ഥഃ. അപ്പൊ അശ്വമേധ മുതലായത് നടത്തി അതിൽ നിന്ന് ഉണ്ടാകുന്ന സന്തതി പോലെ അശ്വമേധജഃ. അവന്റെ പുത്രൻ അസീമകൃഷ്ണഃ. അസീമകൃഷ്ണഃ ഇനി തസ്യാവി നേമിചക്രഃ, അവന്റെ പുത്രനായിട്ട് നേമിചക്രൻ. അപ്പൊ പരീക്ഷത്തിന്റെ വരാനിരിക്കുന്ന വംശത്തെ, തലമുറകളെ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ജനമേജയന്റെ പുത്രനായി ശതാനീകൻ, ശതാനീക പുത്രനായി സഹസ്രാനീകൻ, അവന്റെ പുത്രൻ അശ്വമേധജൻ, അവന്റെ പുത്രൻ അസീമകൃഷ്ണൻ, അവന്റെ പുത്രനായി നേമിചക്രൻ. തുടർന്ന് ഗജാഹ്വയേ ഹൃതേ നദ്യ കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതശ്ചിത്രരഥഃ തസ്മാത് കവിരഥസുതഃ. ഗജാഹ്വയേ ഹൃതേ നദ്യ കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതശ്ചിത്രരഥഃ തസ്മാത് കവിരഥസുതഃ. ഗജാഹ്വയേ ഹൃതേ നദ്യ. ഗജാഹ്വയം ഹസ്തിനപുരം. ഹസ്തിനപുരം എന്ന രാജധാനി നദ്യാഹൃതേ, നദിയാൽ ഹരിക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ ഗംഗ ആക്രമിക്കും ഈ ഹസ്തിനപുരത്തെ. മുമ്പേ തന്നെ ബലരാമസ്വാമി കലപ്പ കൊണ്ട് ഈ ഹസ്തിനപുരത്തെ ഗംഗയിലേക്ക് വലിച്ചെറിയാൻ പോയതാണ്. അന്ന് ബലരാമസ്വാമിയെ കാലുപിടിച്ച് എല്ലാരും കൂടി ഇന്നും ഗംഗയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു എന്ന് പരീക്ഷത്ത് കഥ പറയുമ്പോൾ മുങ്ങിയിട്ടില്ല. ഭാവിയിൽ മുങ്ങും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഹസ്തിനപുര സാമ്രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ രാജധാനി ഗംഗാനദിയിൽ ഹരിക്കപ്പെടും. ഒരു പ്രളയത്തില് ഗംഗയിലേക്ക് താണുപോകും. അപ്പോ ഈ പുത്രൻ നേമിചക്രൻ എന്നുള്ള പുത്രൻ പുതിയൊരു രാജധാനി, അതാണ് കൗശാംബി. അതാണ് കൗശാംബ്യാം സാധു വത്സ്യതി. കൗശാംബിയിൽ രാജധാനി പണിത് അവിടെ നന്നായിട്ട് സുഖമായിട്ട് വസിക്കും. വത്സ്യതി എന്നാൽ അവിടെ വസിക്കും എന്ന് ഭാവി പ്രവചനം. വത്സ്യതി വസ് ധാതുവിന്റെ ഫ്യൂച്ചർ. ഉക്തഃ തതഃ ചിത്രരഥഃ തസ്മാത് കവിരഥഃ സുതഃ. ഇനി ആ നേമിചക്രന്റെ പുത്രനായിട്ട് ചിത്രരഥൻ, നേമിചക്രന്റെ പുത്രനായിട്ട് ചിത്രരഥഃ ഉക്തഃ എന്ന് പറയുന്നുണ്ട്. ഉക്തഃ എന്നുള്ളത് ഇവിടെ പേരായിട്ട് എടുക്കേണ്ട, പറയപ്പെട്ടു, പറയപ്പെടുന്നു എന്നുള്ള അർത്ഥത്തില്. ചിത്രരഥൻ പുത്രനായി ജനിക്കുന്നു. അവന്റെ പുത്രനായിട്ട് കവിരഥൻ, കവിരഥഃ. അപ്പോ നേമിചക്രന്റെ പുത്രനായി ചിത്രരഥൻ, അവന്റെ പുത്രൻ കവിരഥൻ. വേണമെങ്കിൽ ഇടയിൽ ഒരു ഉക്തൻ എന്നൊരു പേര് കൂടി എടുക്കാവുന്നതാണ്. പക്ഷെ ഉക്തഃ ചിത്രരഥഃ എന്നുള്ളത് പറയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. തസ്മാച്ച വൃഷ്ടിമാൻ തസ്യ സുഷേണോദമഹീപതിഃ സുനീതസ്തസ്യ ഭവിതാ നൃചക്ഷുർയത് സുഖീനലഃ. തസ്മാച്ച വൃഷ്ടിമാൻ തസ്യ സുഷേണോദമഹീപതിഃ സുനീതസ്തസ്യ ഭവിതാ നൃചക്ഷുർയത് സുഖീനലഃ. തസ്മാത് വൃഷ്ടിമാൻ, കവിരഥനിൽ നിന്ന് വൃഷ്ടിമാൻ എന്ന പുത്രനും തസ്യ സുഷേണഃ മഹീപതിയായിട്ട് രാജാവായ സുഷേണനുണ്ടാകും. സുനീതഃ തസ്യ ഭവിതാ, തസ്യ പുത്രഃ സുനീതഃ, സുനീതൻ എന്ന പേരിലുള്ള പുത്രൻ ഭവിതാ, ഭവിത എന്ന ഭവിക്കും, ഫ്യൂച്ചറിൽ ഭവിക്കും. നൃചക്ഷുഃ യത് സുഖീനലഃ. പിന്നീട് ആ സുനീതന്റെ പുത്രനായി നൃചക്ഷു, അവന്റെ മകനായി സുഖീനലൻ. ഇങ്ങനെ ഭാവിയിൽ പരീക്ഷത്തിന് ശേഷം വരുന്ന തലമുറകളൊക്കെ എണ്ണി എണ്ണി പറയുകയാണ്. പാരിപ്ലവഃ സുതസ്തസ്മാത് മേധാവി
സുനയാത്മജഃ നൃപഞ്ജയസ്തതോ ദൂർവഃ തിമിഃ തസ്മാത് ജനിഷ്യതി പാരിപ്ലവഃ സുതസ്തസ്മാത് മേധാവി സുനയാത്മജഃ നൃപഞ്ജയസ്തതോ ദൂർവഃ തിമിഃ തസ്മാത് ജനിഷ്യതി. പാരിപ്ലവഃ സുതഃ. അപ്പൊ മുമ്പേ പറഞ്ഞ സുഗീനരന്റെ മകനായി പാരിപ്ലവൻ, അവനിൽ നിന്ന് മേധാവിയായ സുനയൻ, അവന്റെ ആത്മജനായി നൃപഞ്ജയൻ, അല്ലെങ്കിൽ മേധാവി സുനയാത്മജ എന്ന് പറയുമ്പോൾ മേധാവി ഒരു പേരായിട്ടെടുക്കണം. മേധാവി എന്നുള്ള ഒരു പേരാണ്. അവൻ ആരുടെ മകനാണ്? സുനയന്റെ. അപ്പൊ സുനയൻ ആരുടെ മകനാണ്? പാരിപ്ലവന്റെ. പാരിപ്ലവന്റെ മകനായി സുനയനും സുനയന്റെ മകനായി മേധാവിയും, ആ മേധാവിയുടെ പുത്രനായിട്ട് നൃപഞ്ജയനും, അവനിൽ നിന്ന് ദൂർവൻ. നൃപഞ്ജയ തതോ ദൂർവഹ. ദൂർവഹ എന്നുള്ളത് പേരാണ്. തിമിഹി, അടുത്തത് തിമി. ദൂർവനിൽ നിന്ന് തിമി തസ്മാത് ജനിഷ്യതി. അവനിൽ നിന്ന് തിമിയും ജനിക്കും. ദൂർവന്റെ മകനായി തിമി. ഇനി തിമേഹേ ബൃഹദ്രതസ്തസ്മാത് ശതാനീകഃ സുദാസജഃ ശതാനീകാദ് ദുർദമനഃ തസ്യാപത്യമഹീനരഃ. തസ്യാപത്യം അഹീനരഃ. തിമേർബൃഹദ്രതസ്തസ്മാത് ശതാനീകഃ സുദാസജഃ ശതാനീകാദ് ദുർദമനഃ തസ്യാപത്യം അഹീനരഃ. തിമേഹെ, ആ തിമിയുടെ മകനായിട്ട് ബൃഹദ്രഥഃ. ബൃഹദ്രഥന്മാർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അപ്പൊ പിന്നെയും ബൃഹദ്രഥൻ ഉണ്ടാകും. തസ്മാത് ശതാനീകഃ, ബൃഹദ്രഥന്റെ പുത്രനായി ശതാനീകൻ ഉണ്ടാകും. ജനമേജയന്റെ പുത്രനായിട്ടൊരു ശതാനീകനെ പറഞ്ഞിരുന്നു. മുമ്പും വേറെയും ശതാനീകന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു ശതാനീകൻ. ശതാനീകഃ സുദാസജഃ ശതാനീകാത്. അപ്പോ ശതാനീക സുദാസജഃ എന്നാ പറഞ്ഞിരിക്കുന്നത്. സുദാസനിൽ നിന്ന് ജനിച്ചവനായിട്ട് ശതാനീകൻ എന്ന് എടുക്കണം. അപ്പൊ ബൃഹദ്രഥന്റെ പുത്രനായിട്ട് സുദാസനെ എടുക്കണം, സുദാസന്റെ പുത്രനായിട്ട് ശതാനീകൻ എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടിരിക്കുന്നതാണ്. സുദാസജഃ ശതാനീകഃ എന്ന് പറയുമ്പോൾ സുദാസന്റെ പുത്രനാണ് ശതാനീകൻ. അപ്പൊ സുദാസൻ കസ്യാത്മജഃ? ബൃഹദ്രഥസ്യാത്മജഃ. അപ്പൊ ബൃഹദ്രഥപുത്രഃ സുദാസഃ. സുദാസഃ നൽകണം. സുദാസാദ് ജാതഃ സുദാസജഃ ശതാനീകഃ. ശതാനീകൻ. അവനിൽ നിന്ന് ശതാനീകാത് ദുർദമനഃ. ദുർദമനൻ ഉണ്ടാകുന്നു. അവന്റെ പുത്രനായിട്ടോ തസ്യ അപത്യം അഹീനരഃ. ആ ദുർദമനന്റെ പുത്രനായിട്ട് അഹീനരൻ ഉത്ഭവിക്കും ഭാവിയിൽ. ദണ്ഡപാണിഹി നിമിസ്തസ്യ ക്ഷേമകോ ഭവിതാ നൃപഃ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സത്കൃതഃ. ദണ്ഡപാണിർനിമിസ്തസ്യ ക്ഷേമകോ ഭവിതാ നൃപഃ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സത്കൃതഃ. ആ പൂർവശ്ലോകത്തിൽ പറഞ്ഞ അഹീനരന്റെ പുത്രനായി ദണ്ഡപാണി. ഇനി അവന്റെ പുത്രനായിട്ട് നിമി. ദണ്ഡപാണിഹി നിമിഹി തസ്യ. അവന്റെ പുത്രനായിട്ട് ക്ഷേമകഃ ഭവിത. ക്ഷേമകൻ പുത്രനായിട്ട് ഭവിക്കും. അല്ലയോ രാജാവേ. ഇപ്പൊ ദണ്ഡപാണി, നിമി, ക്ഷേമകൻ. പിന്നെയോ അവന്റെ പുത്രനായിട്ട് ഇല്ല, ഇങ്ങനെ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സത്കൃതഃ എന്നുള്ളത് ജനമേജയന്റെ വംശത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതിനെ ഒന്ന് പുകഴ്ത്തുകയാണ്. ഇങ്ങനെ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ജന്മസ്ഥാനമാണ്. അതാണ് ബ്രഹ്മക്ഷത്രസ്യ. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വംശഃ പ്രോക്തഃ. വംശം പറയപ്പെട്ടു. എങ്ങനെയുള്ളതാണ് ഈ വംശം? ദേവർഷി സത്കൃതഃ. സാക്ഷാൽ ദേവർഷിയാൽ സൽക്കരിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാലോ, ഇവിടെ ദേവന്മാരാലും ഋഷിമാരാലും സൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയാം. അതാണ് ദേവൈഹി
ഋഷിഭിച്ച സത്കൃത ദേവർഷി സത്കൃത. അല്ലാതെ ദേവർഷിയായ നാരദനാൽ സൽക്കരിക്കപ്പെട്ടു എന്നെടുക്കണ്ട. ദേവൈഹി ഋഷിഭിച്ച, ദേവന്മാരാലും ഋഷികളാലും സൽക്കരിക്കപ്പെട്ട വംശമാകുന്നു. എന്നുവെച്ചാൽ ഇവരെ പരീക്ഷത്തിനെയും ജനമേജയാദികളെയൊക്കെ ദേവന്മാരും ഋഷിമാരും ബഹുമാനിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കേമമായിട്ടുള്ള വംശമാണ് ജനമേജയ വംശം എന്ന് പരീക്ഷത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങ് പേടിക്കേണ്ടതാ, വരാനിരിക്കുന്നതൊക്കെ തീരുമാനമായി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നടക്കുന്നതും ഒക്കെ മുമ്പേ തീരുമാനിക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് വറി ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പരീക്ഷത്ത് മാത്രമല്ല, ലോകത്തിൽ ആരും വറി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അല്ലേ? തത്രകാ പരിദേവന അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ. തത്രകാ പരിദേവന, നമുക്ക് അവ്യക്തം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയുള്ള ഋഷികൾക്കൊക്കെ വ്യക്തമാണെല്ലാം. നമുക്ക് അവ്യക്തം എവിടുന്ന് വരണോ എവിടേക്ക് പോകണമെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അവ്യക്തത്തിൽ നിന്ന് വന്ന് അവ്യക്തത്തിലേക്ക് പോകുന്നു. ഇത് അതുപോലെയുള്ള ത്രികാലജ്ഞാനികൾക്കോ എവിടുന്ന് വന്നു എവിടേക്ക് പോകണമെന്ന് വ്യക്തം. അതുകൊണ്ട് ഡോണ്ട് വറി, ഒന്നും അറിയാനില്ല. തത്രകാ പരിദേവന. തുടർന്ന് ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ അധമാഗത രാജാനോ ഭവിതാരോ വദാമി തേ. ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ അധമാഗത രാജാനോ ഭവിതാരോ വദാമി തേ. ഇപ്പൊ അതില് ദണ്ഡപാണി നിമി അവന്റെ പുത്രനായി ക്ഷേമകൻ എന്ന് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു. ആ ക്ഷേമകൻ വരെ പറഞ്ഞിട്ട് ക്ഷേമകം രാജാനം പ്രാപ്യ, ക്ഷേമകനെ രാജാവായി പ്രാപിച്ചിട്ട് കലൗ സംസ്ഥാം പ്രാപ്സ്യതി, കലിയിൽ ഈ വംശം പൂരുവംശം സംസ്ഥയെ പ്രാപിക്കും. സംസ്ഥാനം എന്നാൽ ഫുൾ സ്റ്റോപ്പ്. അപ്പൊ കലിയുഗത്തിൽ വംശം അവസാനിക്കും. ക്ഷേമകനോട് കൂടിയിട്ടാണ് ഈ വംശം അവസാനിക്കുന്നത് എന്ന് പറയണം. തുടർന്ന് അത് ഇനി മാഗധ രാജാനോ ഭവിതാരോ വദാമിത്തെ, മാഗധ ദേശത്തിലെ രാജാക്കന്മാർ ഭവിക്കാൻ പോകുന്നവരെ കുറിച്ച്, ഭവിതാരഹ എന്നാൽ ഫ്യൂച്ചറിൽ ഭവിക്കാൻ പോകുന്നവർ. ഭവിത ഏകവചനം, ഭവിതാരഹ ബഹുവചനം. അപ്പൊ ആരൊക്കെയാണ് മാഗധ രാജാക്കന്മാരായി ഭവിക്കാൻ പോകുന്നത്? അത് നിനക്ക് പറഞ്ഞു തരാം. തേ വദാമി. അപ്പോ നമ്മുടെ ജരാസന്ധനായിരുന്നു മാഗധ രാജാവ്. ജരാസന്ധ പുത്രനായി സഹദേവനെ വരെ പറഞ്ഞു. ആ സഹദേവനിൽ നിന്ന് തുടരുകയാണ്. ജരാസന്ധന്റെ വംശമാണ് മാഗധ വംശം. അത് പറയാണ്. ഭവിതാ സഹദേവസ്യ മാർജാരിഹി യത് ശ്രുതസ്രവാഹ തതോ അയുധായുഹു തസ്യാപി നിരമിത്രോദ തത്സുതഃ. ഭവിതാ സഹദേവസ്യ മാർജാരിഹി യത് ശ്രുതസ്രവാഹ തതോ അയുധായുസ്തസ്യാപി നിരമിത്രോദ തത്സുതഃ. അപ്പോ ജരാസന്ധന്റെ പുത്രനായ സഹദേവന്റെ പുത്രനായി മാർജാരിഹി, ഭവിത സഹദേവസ്യ മാർജാരിഹി, സഹദേവന്റെ പുത്രനായി മാർജാരി ഭവിക്കും. അവന് വേറൊരു പേരും കൂടിയുണ്ട്, സോമാപി എന്ന്. അങ്ങനെയുള്ള മാർജാരി ജനിക്കും. അവന്റെ പുത്രനായിട്ട് യത് ശ്രുതസ്രവാഹ, ശ്രുതസ്രവസ് എന്ന പുത്രൻ മാർജാരിക്ക് ജനിക്കും. തതോ അയുധായുഹു, ആ ശ്രുതസ്രവന്റെ പുത്രനായിട്ട് അയുധായുഹു. തസ്യാപി നിരമിത്ര, അവന്റെ പുത്രനായിട്ട് നിരമിത്രൻ ഭവിക്കും. പിന്നെയോ അവരുടെ പുത്രനായിട്ടുള്ള സുനക്ഷത്ര, സുനക്ഷത്രാത് ബൃഹൽസേനോദ കർമ്മജിത് തദശ്രുതഞ്ജയാത് വിപ്രഹ ശുചിഹി തസ്യ ഭവിഷ്യതി. സുനക്ഷത്ര സുനക്ഷത്രാത് ബൃഹൽസേനോദ കർമ്മജിത് തദശ്രുതഞ്ജയാത് വിപ്രഹ ശുചിഹി തസ്യ ഭവിഷ്യതി. അപ്പൊ നിരമിത്രന്റെ പുത്രനായി സുനക്ഷത്രൻ, സുനക്ഷത്രാത് ബൃഹൽസേന, സുനക്ഷത്രനിൽ നിന്ന് ബൃഹൽസേനൻ പുത്രൻ ഉണ്ടാകും. അത് കർമ്മജിത്ത്, അവന്റെ പുത്രനായിട്ട് കർമ്മജിത്ത്. തതഃ ശ്രുതഞ്ജയൻ, അവന്റെ പുത്രനായിട്ട് ശ്രുതഞ്ജയൻ, കർമ്മജിത്തിന്റെ പുത്രനായി ശ്രുതഞ്ജയൻ. അവനിൽ നിന്ന് വിപ്രഹ ശുചിഹി തസ്യ ഭവിഷ്യം, ബ്രാഹ്മണനായ ശുചി ഭവിക്കും. അപ്പോ ശ്രുതഞ്ജയൻ വരെ ക്ഷത്രിയന്മാരായിരുന്ന വംശം ദിಢീരെന്ന്
അല്ലേ? ആരായി മാറുന്നു? വിപ്രനായി മാറുന്നു, ബ്രാഹ്മണനായി മാറുന്നു. അതവന്റെ ഗുണകർമ്മങ്ങളെ കൊണ്ട് എന്നർത്ഥം. അപ്പൊ ശ്രുതഞ്ജയന്റെ പുത്രൻ വിപ്രനായ ശുചിയായി ഭവിക്കും. അപ്പൊ എത്ര വംശത്തിലാണ് ക്ഷത്രിയ വംശത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായത് എന്ന് കണ്ടുവല്ലോ. അപ്പൊ ഇപ്പം ഉണ്ടായിക്കൂടെ, ഇനിയും ഉണ്ടായിക്കൂടെ, നാളെയും ഉണ്ടായിക്കൂടെ, എന്നും ഉണ്ടാവാം. ഇത് ലോക സ്വഭാവമാണ്. മനുഷ്യർക്ക് ഗുണവും കർമ്മവും അവരുടെ വാസനയ്ക്കനുസരിച്ച് ഉണ്ടാവുന്നത് പ്രകൃതി നിയമമാണ്. അത് ഏതെങ്കിലും അച്ഛനും അമ്മയെ വിചാരിച്ചാലോ ഏതെങ്കിലും സർക്കാരുകൾ വിചാരിച്ചാലോ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. ക്ഷേമോദ സുവ്രതഃ തസ്മാത് ധർമ്മനേത്രഃ ശ്രുതസ്തതഃ ദ്യുമൽസേനോദ സുമതിഃ സുബലോ ജനിതാ തതഃ. ക്ഷേമോദ സുവ്രതസ്തസ്മാത് ധർമ്മനേത്രഃ ശ്രുതസ്തതഃ ദ്യുമൽസേനോദ സുമതിഃ സുബലോ ജനിതാ തതഃ. ക്ഷേമോദ സുവ്രതഃ. അപ്പോ ശുചിപുത്രൻ, ബ്രാഹ്മണനായ ശുചിക്ക് പുത്രനായിട്ട് ക്ഷേമനും, അവന്റെ പുത്രനായിട്ട് സുവ്രതഃ, അവന്റെ പുത്രനായിട്ട് ധർമ്മനേത്രഃ, അവനിൽ നിന്ന് ശ്രുതഃ, അവനിൽ നിന്ന് ദ്യുമൽസേനഃ, അവനിൽ നിന്ന് സുമതിഃ, അവനിൽ നിന്ന് സുബലഃ ജനിതാ ജനിക്കും. അപ്പൊ ക്ഷേമൻ, സുവ്രതൻ, ധർമ്മനേത്രൻ, ശ്രുതൻ, ദ്യുമൽസേനൻ, സുമതി, സുബലൻ, ഇത്രയും തലമുറകളെ പറഞ്ഞു. ഇനിയും സുനീതഃ സത്യജിത് അത വിശ്വജിത്ത് യത് രിപുഞ്ചയഃ ബാർഹദ്രതാശ്ച ഭൂപാലാഃ ഭാവ്യാ സഹസ്രവത്സരം. സുനീതഃ സത്യജിത് അത വിശ്വജിത്ത് യത് രിപുഞ്ചയഃ ബാർഹദ്രതാശ്ച ഭൂപാലാഃ ഭാവ്യാ സഹസ്രവത്സരം. സുനീതഃ, അപ്പോ മുമ്പേ പറഞ്ഞ സുബലന്റെ പുത്രനായി സുനീതൻ, അവനിൽ നിന്ന് സത്യജിത്ത്, അത് വിശ്വജിത്ത്, അവനിൽ നിന്ന് വിശ്വജിത്ത്, ഇവരൊക്കെയാണ്. വിശ്വജിത്ത്, അവനിൽ നിന്ന് രിപുഞ്ചയൻ. യത് രിപുഞ്ചയഃ യസ്മാത് രിപുഞ്ചയഃ ഭവിതാ ഭൂപാലാഃ ഭാവ്യാഃ. ഭാവ്യാഃ എന്ന് പറഞ്ഞാലും ഭവിക്കാൻ പോകുന്നവർ. എത്ര? സഹസ്രവത്സരം, 1000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ രാജപരമ്പരകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവരൊക്കെ ആരാണ്? ബാർഹദ്രതാശ്ച. ഇവരെല്ലാം ബാർഹദ്രഥന്മാരായ ഭൂപാലന്മാരാകുന്നു. എന്താ ബാർഹദ്രതാശ്ച എന്ന് പറഞ്ഞാലോ? ബൃഹദ്രഥന്റെ വംശത്തിൽ പിറന്നവർ. ഈ ബൃഹദ്രഥൻ ആരാണ്? ജരാസന്ധന്റെ അച്ഛൻ. അപ്പൊ മാഗധ രാജാവായ ജരാസന്ധന്റെ അച്ഛന്റെ പേരാണ് ബൃഹദ്രഥൻ. ആ ബൃഹദ്രഥന്റെ വംശത്തിൽ, ജരാസന്ധന്റെ വംശത്തിൽ, സഹദേവന്റെ വംശത്തിൽ വരുന്ന രാജാക്കന്മാർ മാഗധന്മാരുടെ വംശമാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന വംശത്തെയാണ് ഇവിടെ ഇത്രയും പറഞ്ഞത്. ബാർഹദ്രതാശ്ച ഭൂപാല ഭാവ്യാഃ സഹസ്രവത്സരം. അപ്പൊ ഇങ്ങനെ പൂരുവംശം ഇവിടെ അവസാനിക്കുന്നു. 3 അധ്യായങ്ങളായിട്ടാണ് പൂരുവംശം വർണ്ണിച്ചത്. വലിയ വംശമായതുകൊണ്ടാണ് ഇത്രയും വിശദമാക്കിയത്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സോമവംശ നിരൂപണ പ്രകരണേ അജമീഡവംശ നിരൂപണം നാമ 22-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോ യയാതിയുടെ 5 പുത്രന്മാരിൽ പൂരുവിന്റെ പുത്രന്മാരെ പറഞ്ഞു. അല്ലെ? പൂരു ഏറ്റവും ഒടുവിലത്തെ ആളാണ്. അപ്പൊ മുമ്പിലുള്ളവരുണ്ട് യദു, തുർവസു, അനു, ദ്രുഹ്യു. അതിൽ യദുവിന്റെ വംശത്തെ ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നു. കാരണം അതിലാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ മറ്റ് 3 മക്കളുണ്ട് യയാതിയുടെ. അതാണ് അനു, തുർവസു, ദ്രുഹ്യു. അവരുടെ വംശം ചെറിയ വംശങ്ങളാണ്. അതിനെ ഇടയിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് യദുവിന്റെ വംശം പറയാൻ തുടങ്ങുന്നത്. അപ്പൊ അടുത്ത 23-ാം അധ്യായത്തില് ആദ്യത്തെ
എത്ര ശ്ലോകം കൊണ്ടാണ്? 18 ശ്ലോകങ്ങളെ കൊണ്ട് യയാതിയുടെ മറ്റു 3 മക്കളുടെ കഥയാണ് പറയുന്നത്, വംശങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ 17 ശ്ലോകം കൊണ്ട്. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുകയാണ്. യയാദേർ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശം നരർഷഭ വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം. 18ാം ശ്ലോകത്തില് ആരംഭിക്കുകയാണ്. യയാതിയുടെ ജ്യേഷ്ഠപുത്രനായ യദുവിന്റെ വംശം അല്ലയോ ഞാൻ വർണ്ണിക്കാം രാജാവേ, അത് കേൾക്കുന്നത് മഹാപുണ്യമാണ്, സർവപാപഹരങ്ങളാണ് നരന്മാർക്ക് എന്ന് പറഞ്ഞ് 18ാം ശ്ലോകത്തില് യദുവംശം ആരംഭിക്കുന്നു. അപ്പൊ 17 ശ്ലോകങ്ങളെ കൊണ്ട് അനു, തുർവസു, ദ്രുഹ്യു 3 പേരുടെ വംശങ്ങളാണ്. നമുക്ക് വൈകുന്നേരം പറ്റിയാൽ കാണാം, വൈകുന്നേരം നോക്കാം. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് നോക്കാം.